ഹലോ, കുക്കിംഗ് റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പൊട്ടിയപ്പ റെസിപ്പിയാണ്. ഇത് നല്ല സ്വാദിഷ്ടമായ പൊട്ടിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആവശ്യാനുസരണം ഞാൻ ഇത് 2 ബൗള് വലിയ ബൗളിൽ മൈദ എടുത്തിട്ടുണ്ട്. ആവശ്യാനുസരണം നമ്മൾ അതിലേക്ക് 1 സ്പൂണ് ഉപ്പ് ഇടുക. അതുപോലെ തന്നെ മുട്ട ഉടച്ചിടുക. 1 മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1 മുട്ട അതിലേക്ക് ഉടച്ചിട്ടിട്ട ശേഷം നമ്മൾ ആവശ്യാനുസരണം നമ്മൾ ചെറിയ സ്പൂണ് എള്ള് ആവശ്യാനുസരണം നമ്മൾ എള്ള് ചേർത്തുക. ഒരുപാടൊന്നും ചേർത്തണ്ട. നമ്മൾ എടുത്ത മൈദയ്ക്ക് കണക്കായിട്ട് കുറച്ച് എള്ള് ഒഴിക്കുക. മുട്ടയും ഉള്ളും ഉപ്പൊക്കെ ഇട്ട് ജസ്റ്റ് മൈദ കുഴച്ച ശേഷം നല്ലവണ്ണം ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തിൻ്റെ രീതിയിൽ നമ്മൾ കുഴച്ചെടുക്കണം. നല്ല രീതിയിൽ കുഴച്ചിട്ട് നമ്മൾ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കുക. നല്ല രീതിയിൽ നമ്മൾ കുഴച്ചിട്ട് കുഴച്ച് നമ്മൾ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ വെക്കുക. എന്നിട്ടതിന് ശേഷം നമ്മൾ ഓരോ ഉരുളകളാക്കി ചപ്പാത്തിക്ക് പരത്തുന്ന രീതിയിൽ അങ്ങനെ നമ്മൾ ഒരു ഉരുള എടുത്തിട്ട് നമ്മളൊന്ന് കൗണ്ടർ ടോപ്പിൽ ഉപ്പ് മൈദ ഇട്ട ശേഷം നമ്മൾ അത് പരത്തിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് എല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് അങ്ങനെ അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്യുക. കട്ട് ചെയ്ത ശേഷം ഇതിങ്ങനെ ക്രോസ് ആക്കിയിട്ട് കട്ട് ചെയ്യുക. ഉണ്ടല്ലേ, ഇങ്ങനെ നമ്മൾ ക്രോസ് ചെയ്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൊട്ടിയപ്പത്തിൻ്റെ ഒരു ഷേപ്പ് ആകൃതിയിൽ കിട്ടുകയുള്ളൂ. കണ്ടില്ല, നിങ്ങൾ ഇങ്ങനെ ഓരോ കട്ട് ചെയ്ത പീസ് നമ്മൾ ഒരു പാത്രത്തിലേക്ക് നീക്കി വെക്കുക. ഇതെല്ലാം കട്ട് ചെയ്തതാണ്. അതിന് നമ്മളൊരു കടായി എടുത്തിട്ട് ഗ്യാസ് ഓൺ ചെയ്തിട്ട് കടായി ഇട്ട ശേഷം നമ്മൾ വെക്കുക. ഗ്യാസ് ഓൺ ചെയ്യുക. അത് നല്ലവണ്ണം ഒന്ന് ചൂടായ ശേഷം ഇച്ചിരി നമ്മൾ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിക്കുക. നല്ലവണ്ണം ഒന്ന് ചൂടായ ശേഷം നമ്മൾ കട്ട് ചെയ്ത് ഓരോ പൊട്ടിയപ്പത്തിൻ്റെ ഓരോ പീസും നമ്മളിതിലേക്ക് ഇടുക. കട്ട് ചെയ്ത മാവ് നമ്മളിതിലേക്ക് ഇട്ടിട്ട് എണ്ണയിലിട്ടിട്ട് നല്ലവണ്ണം ഒന്ന് വറുത്ത് കോരിയെടുക്കുക. ഒരു ഗോൾഡൻ കളറാകുന്നവരെ നമ്മളൊന്ന് ജസ്റ്റ് തിരിച്ച് മറിച്ച് ഒന്ന് ഇടുക. നല്ലോണം ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇതാണ് നമ്മൾ സ്വാദിഷ്ടമായ പൊട്ടിയപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യ്, ഷെയർ, കമൻറ്റ്, ബെൽ ബട്ടൺ മറന്നു വേണ്ട. ബെൽ ബട്ടൺ ഓൺ ചെയ്യാൻ നിങ്ങൾ മറന്നു വേണ്ട. പ്ലീസ് റിക്വസ്റ്റ്. ഓക്കെ, ബൈ.